ഒമാനിലെ ഇന്ത്യൻ സ്ഥാനാധിപതി ജി.വി. ശ്രീനിവാസ് സ്ഥാനമൊഴിയുന്നു. 1993 ബാച്ചിലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനായ ജി.വി. ശ്രീനിവാസിന് 3 പതിറ്റാണ്ടിലധികം നീണ്ട നയതന്ത്ര കരിയറാണുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച അദ്ദേഹം മെക്സിക്കോ സിറ്റി, കാരാക്കാസ്, ഹവാന, ടോക്കിയോ, ബുഡാപോസ്റ്റ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ എംബസികളിൽ വിവിധ പദവികൾ വഹിച്ചു. ഇന്ത്യൻ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ വേഗത്തിലാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഒമാനിലെ വിപുലമായ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും പ്രത്യേകിച്ച് മലയാളി കൂട്ടായ്മകളുമായും ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബുകളുമായും നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി പ്രശാന്ത് പിസയെ തിരഞ്ഞെടുത്തു. ഒമാനിൽ നിന്നും 40 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് ജോസ് പുലിക്കോട്ടിലിന് ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ യാത്രയയപ്പ് നൽകി. തൃശൂർ അന്തിക്കാട് സ്വദേശിയായ ജോസ് പുലിക്കോട്ടിൽ ഒമാനിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. യാത്രയയപ്പ് സമ്മേളനത്തിൽ OTO പ്രസിഡന്റ് നസീർ തിരുവത്രേ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗംഗേഷ് റോയ്, മഹേഷ്, മൈക്കിൾ, സഫീർ, അബ്ദുൽ ഖാദർ, കബീർ ദാസ് എന്നിവർ സംസാരിച്ചു. 2026 SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ സിദ്ര, ആയിഷ, അവസീന എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ജനറൽ സെക്രട്ടറി അഷ്റഫ് വാടാനപ്പള്ളി സ്വാഗതവും ട്രഷറർ സുബൈർ ഇന്ദ്രീസ് നന്ദിയും പറഞ്ഞു. ഒമാനിലെ ബാത്തീന മേഖലയിൽ നവചേതനയുടെ നേതൃത്വത്തിൽ ഡാൻസ് ഉത്സവ് 4ാം സീസൺ ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിച്ചു. സൊഹാറിലെ ഗ്രീൻ ഒയാസിസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നൃത്തത്തിന്റെയും കലാപ്രതിഭകളുടെയും ആഘോഷമായി മാറി. സിനിമാ താരം സരയു മോഹൻ, സിനിമാ കൊറിയോഗ്രാഫർ ബിജു ധ്വനി തരംഗ്, ഗ്രാൻഡ് ഫിനാലെ സീസൺ 4 പ്രോഗ്രാം കോർഡിനേറ്റർമാരായ നിഖിൽ രാജ്, പാർവതി അഭിജിത്ത്, സാൻഡി മനീഷ് എന്നിവർ ചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാത്തിന ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ സയ്യിദ് അൽ ജാബ്രി, യൂസഫ് യാക്കൂബ് അൽ കമഷ്കി, അഹമ്മദ് അൽ സുലൈമാൻ കമഷ്കി, പവി ഗോവിന്ദ്, മനോജ് കുമാർ, ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പ്രസിഡന്റ് രാജേഷ് കൊണ്ടാല, KRP, പള്ളിക്കുന്നം റഫീഖ് പറമ്പത്ത് തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു.